മന്ത്രി ശ്രീ വി എൻ വാസവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി എൻ വാസവൻ, താങ്കൾ പി ജയചന്ദ്രൻ എന്ന ഒരു അതുല്യ ഗായകനെ ഒരു ഏതൊക്കെ നിലകളിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ താങ്കളെ ആകർഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതെല്ലാം തരം ഭാവങ്ങളെയാണ് അത്രമേൽ തീവ്രമായി അദ്ദേഹത്തിലൂടെ നിരവധി ഗാനങ്ങളിലൂടെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ ഒരു ഭാവഗായകൻ എന്ന നിലയിൽ തന്നെ എക്കാലവും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ സ്വാധീനിച്ച ആ ഗായകനെക്കുറിച്ച്. കലാകേരളത്തിൻ്റെ അഭിമാനമായിരുന്നു, വിശിഷ്യ സംഗീത ലോകത്തിൻ്റെ അഭിമാനമായിരുന്ന ശ്രീ പി ചന്ദ്രൻ കർണാനന്ദകരമായ അനുഭൂതി നമുക്കെല്ലാം പകർന്നു തരുന്ന രൂപത്തിലുള്ള ബിംബമാർന്ന ശബ്ദമാധുര്യത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കാത്ത ഒരു മലയാളിയും ജീവിച്ചിരിക്കുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ചുണ്ടുകളിൽ തത്തിക്കളിക്കാത്ത അതേപോലെ തന്നെ സംഗീത ലോകത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ സാംസ്കാരിക കേരളം നെഞ്ചേറ്റിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ എത്രയെണ്ണം, ഏത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്നൊന്ന് ഉരുവിടാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. വെട്ടിങ്കൽ കലപൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്ര സംഘത്തിൽ പെൺകുറ്റം കോങ്കുടപോൾ എന്ന് തുടങ്ങുന്ന ആ ഗാനം എപ്പോഴും ഞാനിങ്ങനെ ഓർക്കുന്നതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ നിരവധി ഗാനങ്ങൾ, ഇങ്ങനെ സിനിമാ ഗാനങ്ങൾ മനസ്സിൽ ഓർക്കും അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം. എന്റെ ഭാവഗായകൻ എന്നറിയപ്പെട്ട മഹാപ്രതിഭയായിരുന്നു ശ്രീ പി ജയചന്ദ്രൻ. ഭാഷയെ സംബന്ധിച്ച് എക്കാലവും ഓർക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കൂടിയുണ്ടല്ലോ മിനിസ്റ്റർ. മലയാള ഭാഷ തൻ അസാമാന്യമായ ഒരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തോടെ മാത്രമേ നമ്മൾക്കത് എപ്പോഴും ഓർത്ത് മാദക ഭംഗി മലയാള ഭാഷ. അതുകൊണ്ട് അതോടൊപ്പം എപ്പോഴും ഓർക്കുന്ന ഒരു മറ്റൊരു പാട്ടാണ് മുങ്ങിത്തോർത്തി ചന്ദ്രിക. എത്ര മനോഹരമാണ് അത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ശരിക്കും ഒരു മലയാളിയുടെ ഗായകനായി അടയാളപ്പെടുത്തിയ പാട്ട് കൂടിയാണ് മഞ്ഞലയിൽ. അങ്ങനെയുള്ള ചില ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ ജയേന്ദ്രന്റെ മുഖത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഒപ്പം ചില വേദികളിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ധന്യമായ നിമിഷമായി ഞാൻ ഓർക്കുന്നു. അദ്ദേഹവുമായി ഒരിക്കൽ സൗഹൃദം നേരിട്ട് പങ്കിടാനുള്ള അവസരവും ലഭിച്ചു. ഈ പാട്ടുകളെ കുറിച്ചുള്ള ആരാധനയൊക്കെ അന്ന് അദ്ദേഹമായി പങ്കുവച്ചിട്ടുണ്ട്. നിശ്ചയമായും അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങൾ ഒരിക്കലും മറക്കാത്തത് കൃത്യമായി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായിരുന്നു ആ ഭാവഗായകൻ. നിശ്ചയമായും കലാകേരളത്തിന്, പ്രത്യേകിച്ച് സംഗീത ലോകത്തിന് നികത്താനാവാത്തൊരു വിടവ് എന്ന് നമ്മൾ പറയുന്നത് അതിശയോക്തിയല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം കാലയവനയ്ക്കുള്ളിൽ മറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദവും മാധുര്യമാർന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങളുമെല്ലാം ഇപ്പോഴും നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നു. അതാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്.